നമസ്കാരം, എല്ലാവർക്കും അടുക്കള റാണിയിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു പുഡിംഗാണ് ഇന്ന് ചെയ്യുന്നത്. ഈ പുഡിംഗ് തയ്യാറാക്കുന്നതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻ്റായിട്ട് എഴുതുക. പുഡിംഗ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ റസ്ക് 12 എണ്ണം എടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ ഒരു മീഡിയം സൈസ് ആപ്പിൾ എടുത്തിട്ടുണ്ട്. അത് വളരെ ചെറിയ കഷ്ണങ്ങളായി മുറിക്കേണ്ടതാണ്. കസ്റ്റേർഡ് പൗഡർ 2 ടേബിൾ സ്പൂൺ, കൂടാതെ പഞ്ചസാര 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സ്വല്പം കൂടി ചേർക്കാം. പോമിഗ്രാനൈറ്റ് എടുത്തിട്ടുണ്ട് 2 ടേബിൾ സ്പൂൺ. ഇത് ഡെക്കറേറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ 2 കപ്പ് പാല് ഞാൻ എടുത്തിട്ടുണ്ട്. പുഡിംഗ് തയ്യാറാക്കുന്നതിന് ആദ്യം നമുക്ക് കസ്റ്റർഡ് തയ്യാറാക്കണം. കസ്റ്റർഡ് തയ്യാറാക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന കസ്റ്റർഡ് പൗഡറിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. കട്ട കെട്ടാതെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാലിൽ നിന്ന് 1 കപ്പ് പാലൊഴിച്ച് അതിനകത്തേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. പാലങ്ങനെ തിളച്ച് വരണമെന്നില്ല, ചൂടായാൽ മതി. ഇവിടെ പാല് ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കസ്റ്റർഡ് ഒഴിച്ചു കൊടുക്കാം. പേസ്റ്റ് തയ്യാറാക്കി വെച്ചിരുന്നില്ലേ, അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് കസ്റ്റർഡ് ചേർത്ത് കൊടുത്തതിന് ശേഷം തുടരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ അടിയിൽ അത് കട്ട പിടിച്ച് കരിഞ്ഞു പോകും. തുടരെ ഇളക്കി നന്നായിട്ട് കുറുകി വരുന്ന പരുവമാകുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷവും കുറച്ച് സമയം കൂടെ അതൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് തണുക്കാനായിട്ട് നമ്മൾ വെക്കുക. കസ്റ്റേർഡ് ഒന്ന് തണുക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഈ ആപ്പിൾ എടുത്ത് അത് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. വളരെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. അതിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് എടുക്കുക. ആപ്പിൾ മുറിച്ച് മാറ്റി വെച്ചു. ഇനി ഞാനൊരു ബേക്കിംഗ് ട്രേ എടുത്തിട്ട് അതിനകത്തേക്ക് റസ്ക് നിരത്തുകയാണ്. നിങ്ങൾക്ക് ഗ്ലാസ് ബൗൾ ഉണ്ടെങ്കിൽ അതിനകത്ത് വേണമെന്നുണ്ടെങ്കിലും വെക്കാവുന്നതാണ്. ഞാനിവിടെ ഏകദേശം ഒരു 10 റസ്കോളം അതിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് 1 കപ്പ് പാല്, അത് തിളപ്പിച്ച പാലാണ്. ചൂടോടെ, ചെറിയ ചൂട് വേണം. അങ്ങനെ ചെറിയ ചൂടോടെ ഞാനത് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ 2 കപ്പ് പാലാണ് മൊത്തം എടുത്തത്. അതിൽ 1 കപ്പ് ആദ്യം കസ്റ്റർഡ് ഉണ്ടാക്കാൻ യൂസ് ചെയ്തു. ബാക്കി 1 കപ്പ് ഞാൻ ഇതിനകത്തേക്ക് ചൂടാക്കി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കസ്റ്റർഡ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിളൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ആപ്പിൾ ഇട്ട് ഇളക്കിയതിന് ശേഷം അത് നമ്മൾ ഈ ട്രേയിൽ സെക്കൻഡ് ലെയറായിട്ട് നിരത്തി കൊടുക്കുക. ഇത് വളരെ ഈസിയാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു പുഡിങ്ങാണ്. നമുക്ക് പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ നല്ലൊരു സ്വീറ്റ്സ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണിത്. ഈ സെക്കൻഡ് ലെയർ നിരത്തി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുകയാണ്. 4 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഒരു ലിക്വിഡ് ഫോമിൽ ഇത് 3rd ലെയറായിട്ട് മുകളിൽ ഇങ്ങനെ കിടക്കും. ഇത്രയേ ഉള്ളൂ നമ്മുടെ പുഡിങ്ങിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് റസ്കിൻ്റെ പൊടിയും മാതള നാരങ്ങയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റസ്കിൻ്റെ പൊടി എടുക്കാനായിട്ട് 2 റസ്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുത്തതേ ഉള്ളൂ. അതും അതിൻ്റെ കൂടെ മാതള നാരങ്ങയുടെ അല്ലിയും കൂടെ വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു സിമ്പിൾ ഡിസൈനിൽ ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുകയാണ്. പുഡിങ് കഴിക്കുമ്പോൾ മാതള നാരങ്ങയുടെ അല്ലി ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് ഉണ്ടാകുന്നത്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു പുഡിങ്ങാണ്. വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡുമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം.
ഇങ്ങനെ ഇത് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഗ്ലാസിൻ്റെ സ്ക്വയറിലെ ഇങ്ങനത്തെ ബൗളുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് സെറ്റ് ചെയ്താൽ ഒന്നുകൂടെ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ നമ്മുടെ അടിപൊളി റസ്ക് കസ്റ്റാർഡ് പുഡിങ് തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വളരെ രുചികരമായ റസ്ക് കസ്റ്റാർഡ് പുഡിങ് നമ്മളിവിടെ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി അടുത്ത ഒരു നല്ല അടിപൊളി വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.